സർ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടയ്ക്ക് വാർത്തകളിൽ നിറയുകയാണ് അമ്മ എന്ന താരസംഘടന. പലപ്പോഴുമുള്ള പൊട്ടിത്തെറികൾ പോലെയല്ല ഇത്തവണത്തേത് എന്ന് വേണം കരുതാൻ. മുസ്ലിം പേരായതുകൊണ്ട് മാത്രം തന്നെ ജിഹാദി എന്ന കൂട്ടത്തിൽ ഒരാൾ അധിക്ഷേപിച്ചു എന്ന അൻസിബ ഹസന്റെ പരാതി, ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, അതിനിടയിൽ പരാതിക്കാരി അയച്ച മെയിൽ ആരോ ഇറേസ് ചെയ്തു എന്ന് വളരെ നിരുത്തരവാദപരമായി പറയുന്ന ഒരു പ്രസിഡന്റ്, അങ്ങനെ പല രീതിയിലും അമ്മയിലെ പലരും വാർത്തകളിൽ നിറയുകയാണ്. ഏറ്റവും ഒടുവിൽ വലിയ വിവാദങ്ങൾക്കാണ് അമ്മയിൽ തിരികൊളുത്തിയിരിക്കുന്നത്. ഒരുപാട് പേർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അമ്മയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അവിടെ മുൻപുണ്ടായിരുന്ന ജീവനക്കാരി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഈ താരസംഘടന അടിക്കടി ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത്? സത്യത്തിൽ ഈ അമ്മ എന്ന പേര് തന്നെ ആ സംഘടനയ്ക്ക് ഇനി പറയാൻ പാടില്ല എന്ന് കുറെ മുന്നേ തന്നെ പല സാഹിത്യകാരന്മാരെ എല്ലാവരും പറഞ്ഞതാണ്. കാരണം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അത്രയ്ക്കും ശുദ്ധമാണ്, മാതാവിന്റെ പേരാണ്. അതാണ് ആ സംഘടനയെ വിളിച്ചു വരുന്നത്. സത്യത്തിൽ AMMA ആർട്ടിഫിഷ്യൽ അങ്ങനെ എന്തോ ഒരു സംഗതിയാണ്, അതിന്റെ കൂട്ടി വെച്ചിട്ട് അത് അമ്മ എന്ന് വിളിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ AMMA എന്ന സംഘടന ഇതിനു മുന്നേ നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സർക്കാരിൽ തന്നെ ഈ AMMAയിലെ കുറെ മെമ്പേഴ്സ് വേറൊരു സംഘടന ഉണ്ടാക്കി. പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലായപ്പോൾ ആ സംഘടനയുടെ പേരാണ് WCC, വുമൻസിന്റെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ കുറെ മെമ്പേഴ്സ് കൂടി ഉണ്ടാക്കിയതാണ്. അവര് വളരെ ശക്തമായിട്ട് അന്നത്തെ മുഖ്യ പിണറായി വിജയനെ പോയി കാണുക, അതിനെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഹേമ കമ്മിറ്റി വരികയുണ്ടായി. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എത്തുകയും ഈ AMMAയിലെ തലമുതിർന്ന പലരും മുഖ്യമന്ത്രിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഹേമ കമ്മിറ്റി പുറത്തുവിടരുത് എന്ന് പറഞ്ഞത് കുറെ മാസങ്ങളോളം അങ്ങനെ പുറത്തുവിടാതെ വെച്ചു. പിന്നീട് വീണ്ടും ഇതിൽ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോ ചില നിർബന്ധങ്ങൾ വഴങ്ങിയിട്ട് ഈ WCCയുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെടുത്ത് ഉദ്യോഗസ്ഥന്മാര് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തുടങ്ങി. അപ്പൊ അതില് ഉള്ള പലരും അതിനു വേണ്ടിയിട്ട് ഒഫീഷ്യലായി പോയി മൊഴി കൊടുക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് പ്രശ്നം ഗൗരവമാകുന്നു എന്ന് കണ്ടപ്പോൾ പല പ്രമുഖരും കുടുങ്ങും എന്നൊരു അവസ്ഥയിലേക്ക്, അതായത് സ്ത്രീ വിഷയമാണ് മുഴുവൻ. അപ്പൊ ഈ നാട് ഇത്രയും മോശമായ രീതിയിലേക്ക് ബന്ധപ്പെട്ടിട്ട് ഈ AMMA മാറുമ്പോൾ ഇപ്പോ ഒരു ജിഹാദി വിളിക്കലൊന്നും ആയിരിക്കില്ല ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കുമായിട്ട് നമ്മളിപ്പോ കണ്ടതാണല്ലോ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു അതിജീവിതയ്ക്ക് പ്രശ്നം വന്നപ്പോ ഇപ്പൊ ആരും തന്നെ ഇല്ല. അവസാനം വേറെ അതിജീവിത എന്ന് പറഞ്ഞിട്ടൊരു സംഘടന സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട പല സാഹിത്യന്മാരും ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് അത് ആ കേസ് ഹൈക്കോർട്ടിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോ ഈ വന്ന സർക്കാർ അതിനെ എത്ര കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഈ AMMA എന്ന ഈ സംഘടന ഇങ്ങനെ സമൂഹത്തിന്റെ ഉള്ളിൽ എത്രയോ ഉയർന്നു നിൽക്കേണ്ട, കാരണം അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമായ വാക്കായിരുന്നു. ആ അമ്മ എന്ന മാതാവിന്റെ ആ സംഘടനയുടെ തലപ്പത്ത് ഒരു അമ്മമാർ തന്നെ വരുന്നു. അത് ആ പുരുഷന്മാരുടെ കയ്യിൽ നിന്നും അമ്മമാർക്ക് തന്നെ അത് കിട്ടി. ഇപ്പോഴാണ് അത് കിട്ടിയത്, എത്ര കാലം കഴിഞ്ഞിട്ട്. അത് കിട്ടിയപ്പോ ഒരു കൊല്ലം കൊണ്ട് തന്നെ അവിടെ വലിയൊരു നാറ്റക്കേസായിട്ട് മാറുകയാണ്. വിഷയങ്ങൾ പലതും ഉണ്ടായിരിക്കാം, നമ്മൾ അതിന്റെ ഗൗരവമായ എന്താ വിഷയമൊന്നും അന്വേഷിക്കുന്നില്ല. പക്ഷെ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട. ആ ചീഞ്ഞു നാറുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അപ്പോ ഈ അമ്മ എന്ന് പറയുന്ന മാതാവിന്റെ പേരുള്ള ഈ സംഘടനയുടെ തലപ്പത്ത് ഈ അമ്മമാരായ വനിതകൾ തന്നെ വന്നപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ വന്നപ്പോൾ, എന്തുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ തരത്തിൽ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉടലെടുക്കുന്നു? ഒന്നുമില്ലെങ്കിൽ ഈ സ്ത്രീ ഭരണം
പുരുഷ മേധാവിത്വത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ടാണോ? അപ്പോ ഇത് മോശമായി കാണിച്ച് ഇപ്പൊ 20 ദിവസത്തെ കഴിഞ്ഞ അതിന്റെ ജനറൽ ബോഡി വരികയാണ്. ആ ജനറൽ ബോഡിയിൽ ശക്തമായിട്ട് ഇവർക്കെതിരെ പ്രമേയങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ രാജിവെച്ച് പോകേണ്ടതായിട്ടൊക്കെ വരാം. അപ്പോ ഇവിടെ ഈ പുരുഷ മേധാവിത്വം കളിക്കുകയാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കണം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആർക്കു വേണ്ടി, ആരാണത് കളിച്ചത്? ഇനി പുതിയ ഭരണ സംവിധാനം വന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അതിനെതിരെ നടപടിയെടുക്കുവോ? ഈ ഒരു അതിജീവിതയുടെ കോടതിയിലുള്ള കേസ് സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോയി ശരിയായ വാദങ്ങൾ നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവോ ഈ പുതിയ ഭരണകൂടം? അതിനൊക്കെ തയ്യാറാവോ? എന്തായാലും പുതിയ ആഭ്യന്തരമന്ത്രി ഇന്നലെ മിനിഞ്ഞാന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, സ്ത്രീകൾക്കെതിരെ എന്താക്രമണം ഉണ്ടായാലും, കുട്ടികൾക്കുമെതിരെ എന്താക്രമണം ഉണ്ടായാലും ശക്തമായ നടപടിയും ശക്തമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കും. അത് എത്ര വലിയ വ്യക്തിയായാലും ആര് തന്നെയായാലും ശ്രദ്ധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ പഴയ ഒരു MLA എത്ര 4 or 5 പീഡന കേസുമായി കോടതിയിൽ കയറി ഇറങ്ങുന്ന നേരത്താണ് അദ്ദേഹം ഈ പ്രസ്താവന ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തെടുത്ത് അതിൽ കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ വാങ്ങാൻ ഈ പുതിയ ഭരണകൂടം തയ്യാറാകണം എന്നതാണ് ഇവിടെ ജനങ്ങളുടെ പൊതുവായ താല്പര്യം. ഇതൊന്നും പുറത്തു പറയാതെ ഇപ്പൊ WCC മുണ്ടുന്നേ ഇല്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മാക്സിമം അതിനുവേണ്ടി പ്രവർത്തിച്ചു നോക്കി, ഒരു റിസൾട്ടും വരുന്നില്ല എന്ന് കണ്ടപ്പോ കുറെ കഴിയുമ്പോ സ്ത്രീകളല്ലേ, അവർ ക്ഷീണിച്ചു പോവാണ്. അതാണ് ഇതിന്റെ സത്യം. എന്തൊക്കെ തന്നെയായാലും ഈ AMMA കമ്മിറ്റി ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ വളരെയധികം സമൂഹത്തിൽ തീഞ്ഞു നാറുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, വളരെ നല്ല നല്ല വയസ്സായ പല ആർട്ടിസ്റ്റുകൾക്കും പല നല്ല കാര്യങ്ങളും ഈ സംഘടന ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭക്ഷണത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ കേൾക്കുമ്പോഴും എന്നതാണ് നമുക്ക് അതിനോട് പിന്നെയും ശ്രദ്ധിക്കാനായി തോന്നുന്നത്. എന്തു പറഞ്ഞാലും തന്നെ പുതിയ ഭരണകൂടം ഇത്തരത്തിലുള്ള, അതായത് പോലീസിൽ ഇപ്പൊ കേസ് വന്നിട്ടുണ്ട്, FIR വന്നിട്ടുണ്ട്, ഹേമ കമ്മിറ്റി പുറത്തെടുക്കാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു അതിജീവിതയുടെ കേസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുതിയ ഭരണസമിതി, പുതിയ ഭരണകൂടം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാമെന്ന് വിചാരിക്കാം. സാർ, അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻസിബ ഹസനെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു എന്നാണ് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ആരോപണം. ഇത്തരത്തിൽ സിനിമാ സംഘടനയ്ക്കുള്ളിൽ പരസ്പരമുള്ള ആരോപണങ്ങൾക്ക് പുറമെ ഇതൊരു വലിയ വിവാദ വിഷയമാവുകയല്ലേ? ഒരു മതത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു മതത്തിലുള്ള ഒരാളാണ് ജിഹാദി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ നിലയിലേക്ക് ഈ വിഷയം വഷളാക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമുണ്ട്? അത് ഒരിക്കലും ഇല്ല. അതിനുള്ള മറുപടി ഇന്നലെ ഞാന് ഈ പറയുന്ന വ്യക്തിക്ക് വളരെ ചുട്ട മറുപടി ഒരു സിനിമാ ഡയറക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മറുപടി. കാരണം ഇത് പറഞ്ഞ് ഇതൊന്നും ആയിരിക്കില്ല വിഷയം. ഇത് നമ്മളുടെ മുന്നിൽ പുറത്തു വരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഈ വിളിച്ച സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ്, ഇതൊക്കെയാണ് അതൊന്നും അവർ പുറത്തു പറയില്ല. ഈ ജനങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പുറത്തു പറയുന്നത്. ജിഹാദി കാരണം ഇന്ന് സമൂഹത്തിൽ എല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വാക്കാണ് ജിഹാദി. സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് ജിഹാദി. അപ്പൊ അത് എടുത്ത് ഇവിടെയും പറയുന്നു എന്ന് മാത്രം. ഇതൊന്നും ആയിരിക്കില്ല. ഈ ജിഹാദി എന്ന് വിളിച്ചതിന്, ഈ പറയുന്ന നടൻ വിളിച്ചതിന് വേറെ അതിന് തക്കതായ മറുപടി ഇന്നലെ ഒരു സിനിമ ഡയറക്ടർ കൊടുത്തതായി ഞാൻ കണ്ടു. അത് ചർച്ചയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് ജിഹാദി മാത്രമല്ല അവിടുത്തെ പ്രശ്നം, വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും തന്നെ പരസ്പരം ചർച്ചയില്ല, ഒരു കൂട്ടായ്മയില്ല, പരസ്പരം ചർച്ചകളില്ല, ഇങ്ങനെ പലതരം പ്രശ്നം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ ഈ AMMAയുടെ നേതൃത്വം സ്ത്രീകൾ തന്നെ വന്നപ്പോൾ അത് പുരുഷ മേധാവിത്വത്തിന് സഹിക്കാൻ പറ്റാത്തതാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പുരുഷന്റെ കയ്യിലേക്ക് തന്നെ അത് പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമാണോ എന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.